കോടതി ഇടപെട്ടിരിക്കുന്നു. കോടതി കൃത്യമായ രീതിയിൽ കാര്യം പറയണം. എന്തുകൊണ്ട് മറിയക്കുട്ടിക്ക് പെൻഷൻ കൊടുത്തില്ല അല്ലെങ്കിൽ കൊടുക്കുന്ന വിഷയത്തിനകത്ത് ഇടപെടണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. ഇപ്പോഴൊരു ആശ്വാസമായോ ഇന്നത്തെ സംഭവങ്ങളെല്ലാം അറിഞ്ഞപ്പോൾ? ആശ്വാസമുണ്ട്, സന്തോഷമുണ്ട്. ഈ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നാണ് പറയുന്നത്. സർക്കാർ പറഞ്ഞിരിക്കുന്നത് കേട്ടോ? ഇഷ്ടം പോലെ പണമുണ്ട്. പണമില്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു മാസം ഇങ്ങനെ കറങ്ങി അടിക്കണേന് ഈ വിനോദയാത്ര നടത്തണേനെയാ ഇഷ്ടം പോലെ ബക്കറ്റ് ഒരു കോടികൾ കണക്ക് അവര് മേടിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പുകാരുടെ അവരെ ഇഷ്ടം പോലെയാ. പിന്നെ മറിയക്കുട്ടി ചേച്ചി 2016 മുമ്പ് കണ്ടില്ലായിരുന്നു കേട്ടാ ഈ പെൻഷൻ കൂടി വന്ന് 18 മാസം ഉണ്ടായിരുന്നപ്പോ. ഞാൻ തിരികെ എത്താം രാജുവഴക്കല്ല, ഞാൻ തിരികെ എത്താം. അവര് പറയട്ടെ, അവർക്ക് ചിലപ്പോ ഫീഡ്ബാക്ക് കിട്ടില്ല. അവര് പറയട്ടെ. മറിയക്കുട്ടി പറഞ്ഞോളൂ. പെട്രോളിന്റെ കാശുണ്ടല്ലോ, ഒരു ലിറ്ററിൽ 2 രൂപ വെച്ച് പെൻഷൻ മേടിക്കണ്ട്. ഞങ്ങളുടെയൊക്കെ നികുതി പണം മേടിക്കണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുപോകണ്ട. അത് ഇന്ന് തന്നാ മതി. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട്. ഗവൺമെന്റും കൊടുക്കണ്ട്, കേന്ദ്രവും കൊടുക്കണ്ട. അത് ഇവരുടെ ഉല്ലാസനല്ല, ജനക്കും കൂടെ കൊടുക്കാനാ കോടതി കേന്ദ്രം കൊടുക്കണേ. അത് ഇവരെന്തിനാ വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കണേ? അതിന്റെ ആവശ്യം എന്നാ? ജനങ്ങൾക്ക് ഒരു ഉപകാരമല്ല, ഉപദ്രവമല്ല, തല്ലുകൊള്ളുക പിള്ളേരല്ല. ഇവരാർക്ക് വേണ്ടിയാ ഈ വിനോദയാത്ര നടത്തിയ? ഒരു റേഷൻ ഇല്ല ഞങ്ങൾക്ക്, ഈ പറഞ്ഞ ഒരു വസ്ത്രമില്ല, ഒരു ആഹാരവും ഇല്ല, ഈ പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ ഇവരാർക്ക് നടത്തണം? ഈ പെൻഷൻ ഇല്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോട്ടെന്നേ. ഇവരോട് ആരവിടെ ഇരിക്കാൻ പറയണേ? ഈ പിണറായി ഇറങ്ങിപ്പോട്ടെ. അവരെ ഇരിക്കണ്ടേ? ഇറങ്ങിപ്പോട്ടെ. ഇവിടെ ഭരിക്കാൻ ആമ്പിള്ളേരുണ്ടെന്നേ, ഇയാൾ പോട്ടെ. അല്ല മറിയക്കുട്ടി, ഇപ്പൊ ഒരുപാട് പേര് ഇതുപോലെ ഒരുപാട് പേര് മറിയക്കുട്ടി, ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. ഒരു മറിയക്കുട്ടിമാരല്ല, പല മറിയക്കുട്ടിമാരുണ്ട്. പലർക്ക് പരാതിയുണ്ട്. ഈ പരാതിയൊക്കെ പരിഹരിക്കാൻ വേണ്ടി നടത്തുന്ന യാത്രയാണെന്നാണ് സർക്കാർ പറയുന്നത്. അത് വിശ്വസിക്കുന്നേ ഇല്ല അല്ലേ? ഈ സർക്കാർ പറയുന്ന ഒരു മനുഷ്യൻ പോയിട്ട് ഒരു മൃഗങ്ങൾ വരെ വിശ്വസിക്കുകയല്ലോ. അയാളുടെ വാ തുറന്ന കാലം നുണയല്ലേ? അയാൾക്കിടെ ജോലി ഗുണ്ടപ്പണിയാ. കണ്ടില്ല പിള്ളേരൊക്കെ അടിച്ചു വായിക്കടിയും മൂക്കിക്കടിയും ചോര ഒഴുക്കി. അത് അവരുടെ നിത്യത്തൊഴിലാ, ഈ കമ്പനിക്കാരുടെ നിത്യത്തൊഴിലാത്. അവരുടെ സ്ഥിരം ജോലി അതാ. പണ്ട് പറയാറ് വക്കറ്റ് തിരുവ്, കടകള് തകർക്കല്, മീൻ പാര്, എവിടെയെങ്കിലും 1 കിലോ മീൻ വെച്ചിട്ടുണ്ട് അത് കൈയിട്ട് വാരില്, അത് തല്ലിപ്പൊളിക്കല്. ഇവർക്ക് പാരമ്പര്യ ജോലിയാ അത്. ഇവരുടെ ഈ സി പി എമ്മിന്റെ പാരമ്പര്യ ജോലിയാ അത്. പിന്നെ ഇവർക്ക് ഇല്ലാവന്നെ എങ്ങനെ? ഇവരാർക്ക് വേണ്ടി ഈ വിനോദയാത്ര നടത്തിയ? ഈ പിണറായിക്ക് ആമയുടെ ഓട്ടി കൊണ്ട് കുപ്പായം തയ്ച്ചേക്കുമല്ലേ നാണം കെട്ടവൻ. ഈ പിണറായി നാണം കെട്ടവൻ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആണ്. മാത്രമല്ല ഒരുപാട് വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സർക്കാരിന്റെ രീതിയിൽ നമ്മൾ വല്ലാത്തൊരു ദേഷ്യമുണ്ട് സർക്കാരിന്റെ അടുത്ത് അല്ലെ? തീരെ വിശ്വാസമില്ല സർക്കാരിന്. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി, ഇത്ര വൃത്തിയായിട്ടുള്ള മുഖ്യമന്ത്രിനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇത്രയും പ്രായത്തിനായിട്ട് പിണറായിനെ കഴിഞ്ഞ് മൂത്തയാൻ ഇതുപോലെ വൃത്തിയായിട്ടവനെ കണ്ടിട്ടില്ല. ഇത്രയും കാലമാണോ പറയാൻ? ഇത്രയും നാണം കെട്ടവൻ. ഇതൊക്കെ ഇങ്ങനെയായ ഭാഷ തന്നെ സംസാരിക്കണം. ഇതുപോലെ തത്സമയ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ചാനലിന്റെ ചർച്ചയുടെ തന്നെ വിശ്വാസം തകർന്നു. എത്ര മാസത്തെ പെൻഷൻ കിട്ടാനുണ്ട്? എത്ര മാസത്തെ പെൻഷനാണ് ഇനി കിട്ടാനുള്ളത്? 5 മാസമുണ്ട്. ഈ കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ കുറ്റം പറയുമ്പോൾ ഈ കേന്ദ്ര സർക്കാർ കാശ് കൊടുക്കുന്നില്ല, കേന്ദ്രം ഇവര് വിഴുങ്ങാതെ വന്നാ മതിയായിരുന്നല്ലോ. ആ പെട്രോൾ മേടിക്കണേന്റെ നികുതി അവരെന്തിനാ 2 രൂപ പിടിക്കണം? ഈ പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. വെള്ളക്കരം, കറണ്ട് ഇല്ല, എന്തെല്ലാം തരം കടൽ പഞ്ചായത്തിൽ ഇയാള് പിരിക്കണം. എന്നാ കൊച്ചങ്ങളെ വരെ പിരിക്കണ്ട. ഒരു കൊച്ചുണ്ട, അതിനങ്ങടെ പിരിവിടുക. അങ്ങനെയുള്ള പിണറായിക്ക് പൈസ ഇല്ലെന്ന് ഇത് ആരോടാ പറയണേ? ഈ SFI ഈ ഗുണ്ടകൾക്ക് ഇനി മാത്രം നായാടാനുള്ള പൈസ ഉണ്ടായി എങ്ങനെയാ? ഈ 1 മാസം കറങ്ങിയത് എങ്ങനെയാ? പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? പിണറായിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ എന്നാ ഞാൻ ചോദിക്കണത്. SFI ഈ കളിയെല്ലാം കളിക്കണേ ഈ ഗുണ്ടകളെല്ലാം ഈ പിണറായിനെ കൊണ്ട് ഈ കളി കളിപ്പിക്കണതൊക്കെ ഈ കള്ള ഗുണ്ടകള്. മറിയക്കുട്ടി, ഈ ദേഷ്യം മുഴുവൻ പെൻഷന്റെ മാത്രമാണോ? ഈ പെൻഷന്റെ മാത്രമാണോ അതോ ഇതിനകത്ത് ഡാൻസ് കളിച്ചല്ലോ? മറിയക്കുട്ടി ഒരു മന്ത്രിമാരിങ്ങനെ വിമാനത്തെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ?
ഈ മറിയക്കുട്ടി ഈ ദേഷ്യം മുഴുവൻ കാണിക്കുന്നത് പെൻഷന്റെ മാത്രമല്ല, മറ്റ് രാഷ്ട്രീയക്കാര് കോൺഗ്രസ്സുകാർ കൂടെ പറഞ്ഞിട്ടാണെന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ. അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ടല്ലോ. കോൺഗ്രസ്സുകാർ പറഞ്ഞിട്ടാണ് മറിയക്കുട്ടി ഈ രീതിയിൽ പറയുന്നത്. ഞാൻ ആദ്യം BJP-യിലായിരുന്നു, പിന്നെ RSS-ലായിരുന്നു, പിന്നെ മുസ്ലിം ലീഗിലായിരുന്നു. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ ഈ പിണറായിയുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് വേണ്ട, ഞാൻ ഇഷ്ടമുള്ളതിലെല്ലാം പോകും, ഞങ്ങൾക്ക് അതിന് സ്വാതന്ത്ര്യമുണ്ട്. പിണറായി അങ്ങനെ പറഞ്ഞല്ല, പിണറായിയോട് ചാനലിൽ തന്നെ പറഞ്ഞതാണ്. അത് പിണറായിയുടെ അനുവാദമൊന്നും വേണ്ട, ഞങ്ങൾക്ക് പാർട്ടി അത് ഞങ്ങളെ സൗകര്യത്തിൽപ്പെട്ടതാ, ഞങ്ങളെ സൗകര്യത്തിൽപ്പെട്ടതാ. ഈ നമുക്ക് ക്ഷേമ പെൻഷനൊക്കെ ഉറപ്പ് വരുത്തിയത് പിണറായി സർക്കാർ വന്നതിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കല്ല. അല്ല നമുക്ക് ആ രീതിയിലേക്കുള്ള ഈ ലോകത്തിലുണ്ടായിട്ടില്ല. പറയിപ്പിക്കരുത് ഈ ഗുണ്ടകള്. ഈ CPM-കാരും 5 വയസ്സായ കൊച്ചങ്ങളെ പീഡിപ്പിക്കാൻ നല്ലോണം അറിയാലോ. അവരുടെ മുഖ്യമന്ത്രി അതിന് ചൂട്ട് പിടിക്കല്ലേ. ഈ 5 വയസ്സായ 6 വയസ്സായ കൊച്ചങ്ങളെ പീഡിപ്പിക്കാൻ ഈ SFIക്ക് എന്നാ കഴിവാ? നാണം ഇല്ലല്ലോ നിങ്ങൾക്ക്. വാർത്ത വന്നിരിക്കാൻ നാണമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ക്ഷേമ പെൻഷൻ മാത്രമല്ല വിഷയം, ക്ഷേമ പെൻഷൻ മാത്രമല്ല വിഷയം. പൊതുവെ സർക്കാർ ചെയ്ത എല്ലാ വിഷയങ്ങളിലും പ്രശ്നമുണ്ട് എന്ന് സർക്കാർ ചെയ്യണ്ട, ഇറങ്ങിപ്പോട്ടെ, മതിയായിട്ടാ. റേഷൻ 4 കിലോ ഉള്ളൂ. ആ സർക്കാർ ചെയ്തത് ആർക്കാന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ആ രാജ്യലക്ഷ്മിക്കൊക്കെ ആ കരിവേലൊഴിച്ചവർക്കൊക്കെ ഈ പിണറായി കൊടുക്കണത്. ഞങ്ങൾക്കല്ല. അയാളുടെ പുറകിൽ ഒരു ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളെ ഞങ്ങളല്ല. ഈ 2018 മുൻപ് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പെൻഷൻ കടലിന്റെ അക്കരെയായിരുന്നു, മരുഭൂമിയിലായിരുന്നു. അത് ഞണ്ടും തിന്നുപോയി, ഞങ്ങൾക്ക് കിട്ടിയില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് മറിയക്കുട്ടി, 2018 മുൻപ് ഒരുപാട് പേർക്ക് പെൻഷൻ കിട്ടാത്ത അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും സർക്കാരിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ ഇത്തരം ഗുണ്ടപ്പണിയില്ല. അന്ന് അരിക്കണ്ടല്ല, എനിക്ക് 30 കിലോ അരി ഉണ്ടായിരുന്നു. എനിക്കിപ്പോ 4 കിലോ അരിയുള്ളൂ. ഇന്ന് 1 കിലോ മണ്ണ ഉള്ളി മേടിക്കണ രൂപ 100 കൊടുക്കണം, തക്കാളിക്ക് 100 കൊടുക്കണം. ഇവര് കേറിയാ പിന്നെ കൊച്ചക്കടെ അരിഞ്ഞാച്ചറിന് കൊടുക്കണം 100 രൂപ. അപ്പൊ പിന്നെ ആ 600 പറയരുത്. 1 കിലോ ഇറച്ചിക്ക് 500 രൂപ കൊടുക്കണം. അന്ന് 2 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു, 4 രൂപ കൊടുത്താൽ കിട്ടുമായിരുന്നു. അപ്പൊ ആ വിഷാടം, പിണറായിയുടെ വിഷാടം ഞങ്ങൾക്ക് കേൾക്കരുത്. കൊറേ ഒത്തിരി പറഞ്ഞ സമയം കളയരുത്. അല്ല, ഒറ്റ കാര്യം കൂടെ, മറിയക്കുട്ടിക്ക് രാഷ്ട്രീയം ഉണ്ടോ? ഏത് പാർട്ടിക്കാര് അധികാരത്തിൽ വരണമെന്നാണ് ഉപദ്രവിക്കണ ഈ 6 വയസ്സായ 5 കൊച്ചങ്ങളെ പീഡിപ്പിക്കണതൊക്കെ എനിക്ക് രാഷ്ട്രീയം കൂടാതെ ഒരു രാഷ്ട്രീയം വേറെ കൂടെയുണ്ട്. അല്ല, ഈ സർക്കാർ മാറിയിട്ട് ആര് അധികാരത്തിൽ വരണമെന്നാണ്? അത് ഞാൻ പണ്ട് BJP-യിലായിരുന്നു, പിന്നെ RSS-ലായിരുന്നു. അല്ല, ശരിക്കും ഞാൻ ചോദിക്കുകയാണ്, ആര് വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതാണ് ഒരു വിശ്വാസം? എനിക്ക് അങ്ങനെയാ. ഞാൻ ഈ വൃത്തിയാട്ടതിന്റെ കൂടെ നിൽക്കാറില്ല, ഒരിക്കലും നിൽക്കാറില്ല ഈ പിണറായിയുടെ പാർട്ടിയുടെ കൂടെ. ഇത്ര വൃത്തിയാട്ട പാർട്ടി. കാരണം ആ കാലത്ത് മീൻ വിറ്റ് വിൽക്കാൻ വെച്ചിട്ട് അതും കൈയിട്ട് വരിക്കൊണ്ട് പോയി തിന്ന പാർട്ടിയാ. അറിയാവോ? നാണം കെട്ട പാർട്ടി. ഏത് പാർട്ടി വന്നാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുമെന്നാണ് വിശ്വാസം? ഏത് പാർട്ടി വന്നാൽ ഈ പ്രശ്നമൊക്കെ പരിഹരിക്കുന്നതാണ് മറിയക്കുട്ടി വിചാരിക്കുന്നത്? നമുക്ക് ഈ പാർട്ടിയെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഇവരങ്ങ് മാറട്ടെ അധികാരത്തിൽ നിന്ന്, പകരം ആര് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടും? പറഞ്ഞില്ല, ഞാൻ ചോദിച്ചത് കേട്ടോ. നമുക്ക് ഇവരെ അങ്ങ് മാറ്റാം, പിണറായി സർക്കാരിനെ മാറ്റി നിർത്താം, ഈ പാർട്ടിയെ മാറ്റി നിർത്താം, പകരം ആര് വന്നാൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടുമെന്നാണ് ഒരു വിശ്വാസം. സാങ്കേതിക വിഷയങ്ങളുണ്ട്, ഞാൻ തിരികെ എത്താം. ശ്രീ ഈ കൊച്ചുങ്ങളെ പീഡിപ്പിക്കണമെന്ന് എനിക്ക് രാഷ്ട്രീയമല്ല. ഈ പീഡിപ്പിക്കണമെന്ന് എനിക്ക് ഞങ്ങളെ പോലുള്ളവർക്ക് ഇഷ്ടമല്ല. രാഷ്ട്രീയം അല്ല അതിന്. പിഞ്ചു കുഞ്ഞുങ്ങൾ എന്ത് പാവം ചെയ്തിട്ട് ഈ കൊച്ചുങ്ങളെ തന്നെ ഈ CPM-കാർ പീഡിപ്പിക്കണേ? കോൺഗ്രസ്സുകാരെ തല്ലിയത് ശരിയായില്ല, കോൺഗ്രസ്സുകാരെ തല്ലിയത് ശരിയായില്ല അല്ലേ? പറഞ്ഞൊക്കെ ശരിയാ. അവര് പറഞ്ഞല്ല ശരിയാണോ? ആ പിള്ളേരെ എല്ലാം തല്ലി വായിക്കടിയും മൂക്കടിയും ചോര കഴിക്കുക, അത് ശരിയാണോ? അത് ശരിയാണോ? റവണറുടെ അടുത്തിരുന്ന പിള്ളേരെ ഉമ്മച്ചാണല്ലോ മാറ്റി. അതെന്നാ? അപ്പൊ പേടിയുണ്ടല്ലോ, പിണറായിക്ക് പേടിയുണ്ടല്ലോ. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഞാനതാ ചോദിക്കുന്നത് ശ്രീ മറിയക്കുട്ടി, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? നല്ല പിള്ളേർക്ക് അറിയാം, ഇത് നല്ലവണ്ണം ഭരിക്കാൻ പിള്ളേരുണ്ട്. ഈ 2 ഘട്ടം പോയാ നല്ല പിള്ളേരുണ്ട്. നല്ലവണ്ണം ഭരിക്കാൻ കഴിയുന്നത് ആരാണ്? പെൺപിള്ളേരുണ്ടല്ലോ, പിന്നെ ആൺപിള്ളേരെ പറയണേണ്ട. നല്ല ഭരിക്കാൻ പെൺപിള്ളേരുണ്ട്. IAS-കാരോ മറ്റേ ഇവര് മാറ്റണ്ടല്ലോ, IAS-കാരോ മറ്റേ ജോലിയിൽ നിന്ന് മാറ്റണ്ടല്ലോ. ഇവർക്ക് എന്നാ വിദ്യാഭ്യാസം ഉണ്ടായിട്ടാ ഇവര് IAS-കാരെ മാറ്റണത്?
ഇവിടെ IS പിള്ളേർ കടയക്കട ക്ലാസ് കഴുകാൻ പോകണ്ടല്ലോ. ഇവൻ നല്ല പാർട്ടിയായിട്ടാണോ ക്ലാസ് കഴുകാൻ വേണ്ട? ഇവരുടെ മറ്റൂണിന് അവരുടെ മന്ത്രിമാര് അവിടുത്തെ തൂപ്പുകാരുടെ പിള്ളേർക്ക് ജോലി തിരികെ കയറ്റുണ്ടല്ലോ. ഇവിടുത്തെ പിള്ളേർ ഏതെല്ലാം രാജ്യത്ത് ജോലിക്ക് പോകണ്ടെന്നറിയാം, പഠിക്കാൻ പോകണ്ടെന്നറിയാം. ഇവിടുത്തെ ഫസ്റ്റ് ഭരണം പറയരുത്. ഈ പിള്ളേരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാം പിള്ളേരാ. ഈ തല്ലുകൊള്ളാൻ രാഷ്ട്രീയമൊന്നുമില്ല. ഞങ്ങളുടെ പിള്ളേർ ഞങ്ങൾക്ക് എല്ലാവരും ഒന്നുപോലെയാ. ഇപ്പൊ അവിടെ തല്ലുകൊണ്ടാലും ഇവിടെ തല്ലുകൊണ്ട പിള്ളേർ ഞങ്ങളുടെ അന്നേ. ഞങ്ങൾക്കത് സഹിക്കാൻ പറ്റിയ. ഞങ്ങൾക്ക് രാഷ്ട്രീയമല്ല വലുത്. ആ ചോര വേണത് ഞങ്ങൾക്ക് അതിന്റെ വിഷയം തന്നെയാ. ഞങ്ങൾ പിണറായിനെ പട്ടിയെ പോലെ കണക്കാക്കും ഈ പിള്ളേരെങ്ങനെ ചെയ്താ. കോൺഗ്രസുകാരെ അടിച്ചത് ശരിയായില്ല ആ. അല്ലെ? പിള്ളേരെങ്ങനെ അക്രമം കോൺഗ്രസുകാരെ അടിച്ചത് ശരിയായില്ല അല്ലെ? കോൺഗ്രസുകാരെ അടിച്ചത് ശരിയായില്ല അല്ലെ? കോൺഗ്രസ്കാരിക്ക് ഞാൻ കണ്ടിട്ടില്ല. ആര് ആ ഉമ്മൻചാണ്ടിയുടെ മേത്തോളം ചീമോട്ട എറിഞ്ഞ് കല്ലെറിഞ്ഞിട്ട് ആ ചോര വന്നിട്ട് ആരെയും തല്ലിയില്ല. ആരെയും മുഖ്യ ചോര വന്ന് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത് TV കണ്ടായിരുന്നോ? വാർത്തയൊക്കെ കണ്ടായിരുന്നോ? പത്രം വായിച്ചായിരുന്നോ? ഇഷ്ടം പോലെ കാണുന്ന ആളാ. ഇതൊക്കെ ഒരു അന്നൊന്നും കണ്ടില്ലായിരുന്നോ? വണ്ടിപ്പെരിയാർ ആ കൊച്ചിനൊക്കെ വന്നവനെ ആ വാതിലെല്ലാം അടച്ചിട്ട് അവനെ ജനല തുറന്നു പോണ കണ്ടല്ലോ. പിന്നെ എന്തിനാന്നേ സാക്ഷി? രണ്ടു വാലും തുറന്ന് കൂട്ടിയിട്ട് ജനലേക്കടെ ചാടി പോയവന് സാക്ഷി എന്തിനാന്നേ വെക്കണേ? അപ്പൊ പിണറായിയുടെ ആളെ ആയിട്ടല്ലേ രക്ഷിക്കണം? ഈ പിണറായി രക്ഷിക്കണ അല്ലേ? നിങ്ങൾ അങ്ങനെ പറയരുത്. രാഷ്ട്രീയം പറയരുത്. രാഷ്ട്രീയം ഇല്ല ഇതിന്. രാഷ്ട്രീയം ഇല്ല. മറിയ ചേർത്ത് ഞാൻ തിരികെ എത്താം. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം.